നമസ്കാരം, STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ഫൈനൽ മത്സരത്തിൽ കഴിമ്പ്രം SNDP സ്കൂൾ ജേതാക്കളായി. കൈപ്പമംഗലം 3 പീടിക പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനത്തിൽ തീപിടുത്തം. എസ്എൻപുരം ശാന്തിപുരത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലേറ്, 2 പേർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കഴിമ്പ്രം VPM SNDP സ്കൂളിൽ നടന്ന അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ഫൈനൽ മത്സരത്തിൽ കഴിമ്പ്രം SNDP സ്കൂൾ ജേതാക്കളായി. സഹോദര സ്ഥാപനമായ പാലിശ്ശേരി SNDP സ്കൂളിനെ തോൽപ്പിച്ചാണ് കഴിമ്പ്രം വിജയിച്ചത്. മത്സര വിജയികൾക്ക് ഇന്ത്യൻ ടീം പരിശീലകൻ ST ഹരിലാൽ ട്രോഫികൾ സമ്മാനിച്ചു. ക്ഷമയോടുകൂടി നിന്ന് ഇത്രയും നേരം നിന്ന് കുട്ടികൾക്ക് രണ്ട് ടീമുകൾക്ക് ഒരുപോലെ പ്രോത്സാഹനം കൊടുക്കുകയും അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഈ നല്ലൊരു മാച്ച് കാഴ്ചവെക്കാൻ ഈ സ്കൂളിലെ കുട്ടികളാണ് പ്രചോദനമായത്. കളിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ടീമും നല്ല കളിയായിരുന്നു. കുറച്ചുകൂടി മുൻതൂക്കം SNDP സ്കൂളിനായിരുന്നു. എന്നിരുന്നാലും പാലിശ്ശേരി സ്കൂളും അവരുടെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. എനിക്ക് തോന്നുന്നു അവർക്ക് രാവിലെ ഒരു മാച്ച് ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും കുറച്ച് ടീമായത്. അല്ലാതെ കുറച്ചുകൂടി നല്ല കളി കളിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാനൊരു 4 സെറ്റ് 5 സെറ്റ് പ്രതീക്ഷിച്ചതായിരുന്നു. എന്തായാലും മോശമല്ലാത്ത രീതിയിൽ നല്ലൊരു കളികൾ പ്രദർശിപ്പിച്ചു. നേരത്തെ സ്കൂൾ മാനേജർ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ST ഹരിലാലിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വോളിബോൾ പരിശീലകരായ ബിജു മാത്യു, ശിവദാസ്, പ്രസന്നൻ വാഴൂർ, ഡോക്ടർ ഹരി ദയാൽ, CK മധു മാസ്റ്റർ, സ്കൂൾ പ്രിൻസിപ്പാൾ VR രാജേന്ദ്രൻ, HM KK പ്രദീപ്, PTA പ്രസിഡന്റ് പ്രേംകുമാർ തൈപ്പറമ്പത്ത് എന്നിവരും സംസാരിച്ചു. എസ്എൻപുരം ശാന്തിപുരത്ത് BJP പ്രവർത്തകന്റെ വീടിന് നേരെ കല്ലേറ്, 2 പേർക്ക് പരിക്ക്. പുത്തൻപുര വീട്ടിൽ പ്രദീപിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കല്ലേറുണ്ടായത്. കല്ലേറിൽ 2 പേർക്ക് പരിക്കേൽക്കുകയും വീട്ടിലുണ്ടായിരുന്ന വയോധികയ്ക്ക് ദേഹാസ്വസ്ഥ്യമുണ്ടാവുകയും ചെയ്തു. പരിക്കേറ്റ വാസന്തി, ഗീത എന്നിവരെയും ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട ചന്ദ്രമതിയെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കല്ലേറിൽ വീടിന്റെ ജനൽ ചില്ലുകളും ഓടും തകർന്നിട്ടുണ്ട്. മാരകായുധങ്ങളുമായെത്തിയ 50ഓളം CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വീട്ടുകാർ പറയുന്നു. കഴിഞ്ഞ രാത്രി 9 മണിയോടെയാണ് അക്രമ സംഭവം ഉണ്ടായത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കൈപ്പമംഗലം 3 പീടിക പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കാനെത്തിയ വാഹനത്തിന് തീ പിടിച്ചത് പരിഭ്രാന്തി പരത്തി. പമ്പിലെ ജീവനക്കാരുടെ സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംഭവം. കൈപ്പമംഗലത്തെ അപ്പൂസ് കോൺക്രീറ്റ് കട്ടിംഗ് സ്ഥാപനത്തിലെ വാഹനമാണ് കത്തിയത്. 3 പീടികയിലെ പമ്പിൽ നിന്നും ഗ്യാസ് നിറച്ച ശേഷം വാൻ സ്റ്റാർട്ടാക്കിയപ്പോഴാണ് വാഹനത്തിനിടയിൽ നിന്നും തീ പടർന്നത്. ഈ സമയത്ത് വാഹനത്തിനകത്തുണ്ടായിരുന്ന പന്നിപുലത്ത് സുനിലും അന്യസംസ്ഥാനക്കാരായ 2 തൊഴിലാളികളും ചാടി രക്ഷപ്പെടുകയായിരുന്നു. പമ്പിലുണ്ടായിരുന്ന അഗ്നിശമന ഉപകരണം ഉപയോഗിച്ച് പമ്പ് ജീവനക്കാർ തീ അണക്കുകയായിരുന്നു. വാഹനം ഭാഗികമായി കത്തിനശിച്ചു. വാഹനത്തിന്റെ ഗ്യാസ് പൈപ്പിന് ചോർച്ച ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. പെട്രോൾ പമ്പിലേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. സംഭവം അറിഞ്ഞ് മതിലകം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. KPCCയുടെ സാംസ്കാരിക വിഭാഗമായ സംസ്കാര സാഹിതി കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ 3ാമത് സംസ്കാര പുരസ്കാരം മുൻ MP PT തോമസിന് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഗ്രസിന്റെ അഭിമാന സ്തംഭങ്ങളായിരുന്ന കുട്ടികൃഷ്ണയുടെയും കൗമുദിയുടെയും സ്മരണാർത്ഥം ആണ് ഈ അവാർഡ് പുരസ്കാരം സമർപ്പിക്കുന്നത്. ഈ പ്രാവശ്യത്തെ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ഇടുക്കി മുൻ MP ശ്രീ PT തോമസ് ആണ്. ശ്രീ PT തോമസ് ഇതിന് അർഹനാക്കിയത് രാഷ്ട്രീയത്തിൻ്റെയും സമുദായത്തിൻ്റെയും പണത്തിൻ്റെയും
സമ്മർദ്ദങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും ഒന്നും പ്രചോദനാകാതെ പാരിസ്ഥിതിക വിഷയത്തിന് വേണ്ടി അല്ലെങ്കിൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയും ധീരമായ നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയമായ രക്തസാക്ഷിത്വം വരിച്ച വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തിന് 2014 സംസ്കാര പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ പുരസ്കാരം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ആദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ CN ബാലകൃഷ്ണനാണ്. പുരസ്കാരം സമർപ്പിക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് പ്രമുഖനായ രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായ ശ്രീ ചെറിയാൻ ഫിലിപ്പാണ് എന്നുള്ളതാണ് ഈ ചടങ്ങിൽ ഈ പരിപാടിയുടെ വേറെ ഒരു മുഖ്യ ആകർഷണമായ കാര്യം. ഞായറാഴ്ച രാവിലെ 10:30 കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ നിരീക്ഷകൻ ചെറിയാൻ ഫിലിപ്പ് പുരസ്കാര സമർപ്പണം നടത്തും. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്കാര സാഹിതി ചെയർമാൻ KB അനിൽകുമാർ അധ്യക്ഷത വഹിക്കും. ജഡ്ജിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലേന്ദ്രൻ വടക്കേടത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. മുൻ MP KP ധനപാലൻ, TN പ്രതാപൻ MLA, KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് V ബലറാം, MP ജാക്സൺ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ KB അനിൽകുമാർ, സുരേഷ് കൊച്ചുവീട്ടിൽ, KF ഡൊമിനിക്, KK വാസുദേവൻ, TM ഇസാബ് എന്നിവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങളുന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതി പ്രവർത്തകർ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. PKS നാട്ടിക ഏരിയ സെക്രട്ടറി KA വിശ്വംഭരൻ സമരം ഉദ്ഘാടനം ചെയ്തു. വിവിധ ഗ്രാമസഭകളിൽ ലഭിച്ച അപേക്ഷകൾ പരിശോധിക്കുമ്പോൾ നൂറുകണക്കിന് ആളുകളാണ് ഈ ഭവന നിർമ്മാണത്തിന് അർഹരായിട്ടുള്ള ആളുകളുള്ളത്. ആ അർഹരായിട്ടുള്ള ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് പണം കൊടുക്കാൻ ഈ ഗവൺമെന്റിന് കഴിയുന്നില്ല. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകളുണ്ട്, പട്ടികജാതിക്കാരല്ലാത്ത മറ്റ് പിന്നോക്ക സമുദായക്കാരുണ്ട്. ഇവിടെ ഇഴവാദി, മുസ്ലിം തുടങ്ങിയ പിന്നോക്ക വിഭാഗങ്ങളുണ്ട്. അവർക്കും ഭവന നിർമ്മാണത്തിന് കൊടുക്കാനുള്ള സംഖ്യയില്ല. അപ്പോ ഒരു പഞ്ചായത്തിൽ ഒരു കൊല്ലം 18 വീട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 9 പട്ടികജാതിക്കാർക്കും 9 ജനറൽ വിഭാഗത്തിന് വീട് കൊടുത്താൽ ഈ ഭവന നിർമ്മാണത്തിന്റെ ലഭ്യതയ്ക്ക് അതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി PV സുരേന്ദ്രൻ അധ്യക്ഷനായി. KR ഹരി, PK രവി, PV ഗിരിവാസൻ, KA കൊച്ചുമോൻ എന്നിവരും സംസാരിച്ചു. പട്ടികജാതി ജനവിഭാഗങ്ങൾക്കുള്ള ഭവന നിർമ്മാണ ഗ്രാന്റ് 5 ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുക, പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ വികസന പദ്ധതികളും പഞ്ചായത്ത് പദ്ധതികളും ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. പേരാമംഗലം ശ്രീ ദുർഗാവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ അഖില കേരള ഇന്റർ സ്കൂൾ വോളിബോൾ ടൂർണമെന്റിൽ ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂൾ 2ാം സ്ഥാനം നേടി. കേരളത്തിലെ മികച്ച കളിക്കാർ പങ്കെടുത്ത മത്സരത്തിൽ നിന്ന് ചന്ദ്രാപ്പന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ ജിഷ്ണു മാധവിനെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്തു. ഇതോടനുബന്ധിച്ച് സ്കൂളിൽ ചേർന്ന അനുമോദന യോഗത്തിൽ മാനേജർ KK ശങ്കരനാരായണൻ ഉപഹാരം സമർപ്പിച്ചു. പ്രധാനാധ്യാപിക ഷീബ, പ്രിൻസിപ്പൽ രാജേഷ്, കൃഷ്ണൻ, കായികാധ്യാപകൻ സിജിൽ എന്നിവരും പങ്കെടുത്തു. സ്കൂളിലെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ പ്രവേശനോത്സവമോ ഒന്നുമല്ല, ഇതാണ് ശരിയായ കാര്യങ്ങൾ. ഇതാണ് നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം. കാരണം കേരള തലത്തിൽ കേരളത്തിൽ തന്നെ 2nd പ്രൈസ് നേടിയിട്ടാണ് നമ്മുടെ വോളിബോൾ താരങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പം അടുത്ത വർഷം അതിനേക്കാളും വളരെ വിശദമായ കാര്യങ്ങൾ നേടിയെടുക്കുമെന്ന് സജിത്ത് മാഷ് ഇവിടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആ വളർച്ച വിദ്യാഭ്യാസത്തിനുപരി കലാകായിക രംഗങ്ങളിൽ എത്തിയിരിക്കുന്ന ആ പ്രാവീണ്യം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. അതിൽ സമ്മാനദാനം കൊടുക്കുക, അവർക്ക് വേണ്ട അവരെ അനുമോദിക്കുക, ആദരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ സ്കൂളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ട് നമുക്കിത് ഇതിനെ കാണണം. പിന്നെ മറ്റു കാര്യങ്ങളെ പറ്റി ഇവിടെ HM പറഞ്ഞു, സജിത്ത് മാഷ് പറഞ്ഞു, കൃഷ്ണകുമാർ സാറ് പറഞ്ഞു. അങ്ങനെ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ട് എനിക്ക് പറയാനില്ല താനും. എന്നാൽ അന്ന് എൻ്റെ പ്രവേശനത്തിലേക്ക്, എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഇടവേള.